പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2026 തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയമാണല്ലോ LDF ഉണ്ടായത്. 2021 ഏതാണ്ട് 64 MLA-മാരും LDF 99 സീറ്റും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 32-33 ഒതുങ്ങിയിരിക്കുന്നു. 2021 ഏതാണ്ട് 60-63 MLA-മാർ CPM ഉണ്ടെങ്കിൽ ഇപ്പോൾ 29 MLA-മാരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ CPM വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായി. സുഹൃത്തുക്കളെ, ഇതിന് സമാനമായിട്ടുള്ളൊരു തിരിച്ചടി ഉണ്ടായത് 2001 കാരണം 2006 വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു, 2011 ചെറിയ ഭൂരിപക്ഷത്തിന് തോറ്റു, 2016 2021 വമ്പൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു. അപ്പോൾ 2021 ഇതിനു മുമ്പ് ഒരു വലിയ, കാരണം ഇത്ര തീക്ഷ്ണമായിട്ടുള്ളൊരു പരാജയമല്ലായിരുന്നെങ്കിൽ വലിയൊരു വമ്പൻ പരാജയം ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന് 47 സീറ്റ് മാത്രമാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ഏതാണ്ട് 33 കുറഞ്ഞു. അപ്പോൾ 2001 ശേഷം നേരിടുന്ന വലിയൊരു പരാജയം. അന്ന് VS അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവ്, ഇന്നിപ്പോൾ പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ്. ഈ സർക്കാർ അധികാരത്തിൽ 2-3 മാസമേ കഴിഞ്ഞുള്ളെങ്കിലും ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നു. അപ്പോൾ ഇപ്പോൾ ഈ വിവാദങ്ങൾ ഇതൊക്കെ പുറത്തു വരുന്ന സമയത്ത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ളത് പിണറായി വിജയനാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പ്രവർത്തനത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷ നേതാവ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരുന്നത് 2001-2006 കാലഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ്റെ പ്രവർത്തനങ്ങളായിട്ടുള്ള നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കമ്പാരിസൺ അതാണല്ലോ ഉള്ളത്. VS അച്യുതാനന്ദൻ ഏതാണ്ട് ഒരു 80 വയസ്സിലാണ്, 79-80 വയസ്സിലാണ് 2001 പ്രതിപക്ഷ നേതാവായതെങ്കിൽ പിണറായി വിജയൻ ഇപ്പോൾ ഒരു 80-81 വയസ്സിലാണ് പ്രതിപക്ഷ നേതാവ്. അത് ഏതാണ്ട് ഒരേ പ്രായത്തിലാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നത്. VS ആയിട്ട് കമ്പാരബിളാണ്. VS അച്യുതാനന്ദൻ എന്ന് പ്രതിപക്ഷ നേതാവായി അപ്പം തന്നെ സജീവമായിട്ടുള്ള പ്രതിപക്ഷ പ്രവർത്തനവുമായി രംഗത്തിറങ്ങി. പിന്നീട് VS അച്യുതാനന്ദൻ 5-6 വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഈ ഗവൺമെൻറ് 2-3 മാസമേ ആയിട്ടുള്ളൂ എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ അന്ന് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിപക്ഷ പ്രവർത്തനത്തെ ഇപ്പോൾ പിണറായി വിജയൻ്റെ പ്രതിപക്ഷ പ്രവർത്തനമായിട്ട് താരതമ്യം ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ പോലും ഇപ്പോൾ എന്താ പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയൻ ഇപ്പോൾ 3 മാസക്കാലമായിട്ട് പ്രതിപക്ഷ നേതാവാണ്. പിണറായി വിജയൻ എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിലൊക്കെ പത്രസമ്മേളനം നടത്താറുണ്ട്. പിണറായി വിജയൻ നിയമസഭയിൽ സംസാരിക്കാറുണ്ട്. പിണറായി വിജയൻ ചില സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ആ പത്രസമ്മേളനങ്ങൾ കാണുമ്പോഴും പിണറായി വിജയൻ്റെ നിയമസഭയ്ക്കകത്തെ പ്രകടനങ്ങൾ കാണുമ്പോഴും പിണറായി വിജയൻ ഓരോ സ്ഥലത്ത് പോകുന്ന കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ സുഹൃത്തുക്കളെ? എന്തോ ഒരു യന്ത്ര മനുഷ്യൻ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞാൽ ഒരു പത്രസമ്മേളനം നടത്താൻ എന്നോട് പാർട്ടി പറഞ്ഞു, ഞാനൊരു പത്രസമ്മേളനം നടത്തുകയാണ് കേട്ടോ എന്ന് തോന്നുന്നത് പോലെ, ഈ ചത്ത പോലെ ഇങ്ങനെ ഇരുന്ന് ഒരു യന്ത്രം വായിക്കുന്നത് പോലെ ചുണ്ടു മാത്രം അനക്കി കുറച്ച് പത്രക്കുറിപ്പ് എന്തോ ഉണ്ട് അതിങ്ങനെ വായിച്ച് വെച്ച് പരമാവധി പത്രപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് സ്ഥലം വിടുക. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു പത്രസമ്മേളനം നടത്താൻ പറഞ്ഞു കേട്ടോ, ഞാൻ അതുകൊണ്ടൊരു പത്രസമ്മേളനം നടത്തുകയാണ്, വേറെ ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ എഴുന്നേറ്റ് പോകുന്നതാണ് നമുക്ക് തോന്നുക. ഇയാളുടെ നിയമസഭയിലെ പ്രസംഗം നമ്മൾ കണ്ടതാണല്ലോ. LOP എന്താ മിണ്ടാത്തത് എന്നും പറഞ്ഞുകൊണ്ട് ഈ പാര കൊണ്ട് ബാലഗോപാൽ ഇങ്ങനെ കുത്തിപ്പോക്കുന്ന പിണറായി വിജയനെയാണ് നമ്മൾ നിയമസഭയ്ക്കകത്ത് കാണുന്നത്. നിയമസഭയിലും ആരോ പറഞ്ഞത്, ആരോ തന്ന പ്രസ്താവന വന്നിട്ട് വായിച്ചു പോകുന്ന ഒരു വിജയൻ. പിന്നെ എവിടെയൊക്കെയോ അയാൾ ചെല്ലുന്നത് കണ്ടു. വയനാട് ചെന്നിട്ട് മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് അവിടെ ഇറങ്ങി ഒക്കെ നടക്കുന്നത് നമ്മൾ കണ്ടു. മരിച്ച മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ ചെല്ലുന്നത് കണ്ടു. ഇതൊക്കെ തന്നെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ചിത്രം എന്താ സുഹൃത്തുക്കളെ? ഒട്ടും ഇഷ്ടമില്ലാതെ എന്തൊക്കെയോ ചെയ്തിട്ട് പോകുന്നു, ആരൊക്കെയോ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ വായിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു, ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നത് പോലെയാണ് ഈ വിജയൻ്റെ ഈ പത്രസമ്മേളനങ്ങളും ഈ നിയമസഭയ്ക്കകത്തുള്ള പ്രകടനങ്ങളും ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ VS അച്യുതാനന്ദൻ്റെ പ്രവർത്തനം ആലോചിച്ച് നോക്കി, എന്തുമാത്രം സാധ്യതയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു പ്രതിപക്ഷ പ്രവർത്തനത്തിന് ഉള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി.
അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷ പ്രവർത്തനത്തിനുള്ള സാധ്യതയല്ലേ സത്യം പറഞ്ഞാൽ ഈ UDF-ഉം ഈ VD സതീശനുമൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസം 2-3 വിവാദങ്ങൾ വീതമല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിവാദത്തിലൊക്കെ എത്ര ശക്തമായി എത്ര സക്രിയമായി നിൽക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും നിൽക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അയാൾ ചെയ്യുന്ന വേറൊരു കാര്യം എന്താ, നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേന്ദ്ര കമ്മിറ്റി ഒരു രേഖ പുറത്തു കൊണ്ടുവന്നു. ആ രേഖയിൽ ഏതാണ്ട് ഒരു 10-40 ഖണ്ഡികളുണ്ട്. അതിലാണ്ട് ഒരു 10-30-ലധികം ഖണ്ഡികളും ഇയാളെയും ഗോവിന്ദനെയും എതിർക്കുന്ന ഖണ്ഡികളാണ് ഉള്ളത്. ഇയാളുടെ ഗോവിന്ദനെ കുഴപ്പം കൊണ്ടാണ് 2026 തെരഞ്ഞെടുപ്പിൽ ആട്ടാപാട്ടാലം തോറ്റത് എന്നാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത്. എന്നാൽ അയാളതൊന്നും അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറല്ല. വിജയൻ ഇപ്പോഴൊന്നും ഒന്നും അംഗീകരിച്ചിട്ടില്ല. വിജയൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തൊരു യോഗം കൂടിയപ്പോഴത്തേക്കും വിജയൻ പറഞ്ഞെന്താ, MK സാനു 2ാം ഭരണത്തെ എതിർത്തിരുന്നില്ല കേട്ടോ, 2ാം ഭരണത്തെ എതിർക്കാൻ MK സാനു തയ്യാറായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇപ്പോഴും 2ാം ഭരണത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെയും ഗോവിന്ദൻ്റെയും കുഴപ്പം കൊണ്ടാണ്, വികലമായിട്ടുള്ള തെറ്റായ നയം കൊണ്ടാണെന്നും, ഇയാളുടെ മോന്ത കാണിച്ചുകൊണ്ടാണെന്നും, ഇയാളുടെ ഏകാധിപത്യം കൊണ്ടാണെന്നും, പാർട്ടിയും ഭരണമല്ല ഇയാൾ കയ്യിലെടുത്തുകൊണ്ടാണെന്നും, ഇയാൾ വികസനത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും BJPയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞില്ലെന്നും പറഞ്ഞ് ഇയാളെ അടപടലം എടുത്തിട്ട് ചതയ്ക്കുകയും ചവിട്ടുകയുമാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് പരസ്യമാക്കിയിട്ടുമുണ്ട്. അത് കേന്ദ്ര കമ്മിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഇയാൾക്ക് നേരം വെളുത്തിട്ടില്ല. ഇയാളിപ്പോഴും ഇയാളുടെ സർക്കാർ എന്തോ വലിയ സംഭവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ തുടരുകയാണ്. അപ്പോൾ ഇയാളുടെ പത്രസമ്മേളനത്തിലൊന്നും ഇയാളുടെ മനസ്സ് അതിനകത്തേക്ക് ഇറങ്ങി വരുന്നില്ല. ഒരുപക്ഷെ ഇനി അറിയില്ല, ചിലപ്പോൾ ഇനിയിപ്പോൾ മകൾ വല്ല ജയിലിൽ പോവുമോ, ഞാനിനി വല്ല അഴിയണേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ ഉള്ളത് കൊണ്ടാണോ ഇയാളിങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇയാളുടെ പത്രസമ്മേളനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നു എന്നതുപോലെയാണ് നമുക്ക് തോന്നുക. PS-നെയൊക്കെ പത്രസമ്മേളനങ്ങൾ ഓർമ്മയില്ല, എത്ര സാർത്ഥകമായിരുന്നു, എത്ര ഈ പറഞ്ഞ പോലെ സജീവമായിരുന്നു ആ പത്രസമ്മേളനങ്ങൾ. PS-ന്റെ നിയമസഭയിലെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ ഓർമ്മയില്ലേ, മാണിക്കെതിരെ നടത്തിയ പ്രസംഗം, അതുപോലെ എത്രയെത്ര പ്രസംഗം, KR ഗൗരിയമ്മയ്ക്കെതിരെ നടത്തിയിട്ടുള്ള പ്രസംഗമൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? എന്നാൽ ഇയാളുടെ അവസ്ഥ എന്താ, ഇയാൾ ചടഞ്ഞങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ അനങ്ങാൻ പാറയെപ്പോലെ ഇരിക്കുകയാണ്. ബാലഗോപാലിന് വന്ന് അയാളെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിക്കേണ്ടി വന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇയാളുടെ സന്ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതാണ്ടൊരു യന്ത്രമനുഷ്യൻ പോയി ആരോ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നത് പോലെ എന്തൊക്കെയോ പറഞ്ഞിട്ട് തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മളെ സമയം PS-ൻ്റെയൊക്കെ യാത്രകളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പൂയംകുട്ടി, മതികെട്ടാൻ, എൻഡോസൾഫാൻ, ജീരകപ്പാറ, വാഗമൺ കയ്യേറ്റം, മൂന്നാർ കയ്യേറ്റം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കൾ, എത്ര സജീവമായി. അതുപോലെ പ്രവർത്തിക്കാൻ ഇയാൾക്ക് കഴിയുന്നുണ്ടോ? ഇയാളൊരു ചത്ത മനുഷ്യനെ പോലെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ അനങ്ങി എവിടെയൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇതുപോലെ CPM അണികളുടെ മനം മടിപ്പിക്കുന്ന പ്രകടനവുമായി നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്കതൊന്നും കഴിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്കറിയില്ല, ഇനിയിപ്പോൾ നിങ്ങളെ കുറ്റബോധം മതിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കുറ്റബോധം ഉണ്ടാവാം മനസ്സിൽ, താൻ ചെയ്തതെല്ലാം തെറ്റിപ്പോയി എന്നുള്ളൊരു കുറ്റബോധം ഉള്ളതുകൊണ്ടാവാം ചിലപ്പം ഈ പറഞ്ഞതുപോലെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ താൻ ഈ അകത്തായി പോവോ, താൻ ഈ അഴിയണ്ണേണ്ടി വരുമോ, തൻ്റെ മകൾ അഴിയണ്ണേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങളായിരിക്കാം ഇയാളെ ബാധിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇയാളുടെ പത്രസമ്മേളനങ്ങളും ഇയാളുടെ നിയമസഭയിലെ പ്രകടനങ്ങളും ഇയാളുടെ സന്ദർശനങ്ങളുമൊക്കെ ദയനീയമാണ്, പത്തറ്റിക്കാണ്, അരോചകമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇതൊന്നും അയാൾ ആത്മാർത്ഥമായി ചെയ്യുന്നതല്ല. ഇതൊക്കെ ചെയ്യാൻ ഞാനൊരു പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ഞാൻ പത്രസമ്മേളനം നടത്തേണ്ടതാണല്ലോ, ഞാൻ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ഞാൻ നിയമസഭയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ പറയേണ്ടതാണല്ലോ, ഞാനൊരു പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ഈ പല സ്ഥലങ്ങളിലുമൊക്കെ ഞാൻ പോകേണ്ടതാണല്ലോ എന്ന് കരുതി കൂട്ടിയാണ്ട് കർമ്മം ചെയ്യുന്നത് പോലെ പോവുകയാണ് ഇയാൾ ചെയ്യുന്നത്. ഇത് അരോചകമാണ്, ഇത് അസഹനീയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രായമായിട്ടുള്ള ഈ വന്ധ്യ വയോധികനെ ഒരു റിട്ടയർമെൻറ്റ് കൊടുത്ത് ആ തൈക്കണ്ടി തറവാട്ടിലേക്ക് പറഞ്ഞുവിടാൻ CPM-ന് എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ഓരോ ദിവസവും ഈ പത്രസമ്മേളനത്തിലൂടെയും ഈ നിയമസഭയ്ക്കകത്ത പ്രസംഗങ്ങളിലൂടെയുമൊക്കെ ജനങ്ങളെയല്ല പാർട്ടി അണികളെ ഉൾപ്പെടെ ഇയാൾ വെറുപ്പിക്കുന്ന ഈ പരിപാടി തുടരും എന്ന് മാത്രമേ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളൂ.